നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്ത് അല്ലാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് എന്നുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതിന് പുറമെ നിങ്ങൾക്ക് മറ്റ് ലിനക്സിൻ്റെ ഡിസ്ട്രോ ആയിട്ടുള്ള കാലി ലിനക്സ് അതുപോലെ തന്നെ വിൻഡോസ് സെർവർ ഈ ഒരു 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ എങ്ങനെ ഉണ്ടാകും? അതും സെയിം നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സെയിം CPU-സും അതുപോലെ തന്നെ മറ്റു ഹാർഡ്വെയർ കോമ്പോണൻസ് ആയിട്ടുള്ള റോമും ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെയുള്ളൊരു ടെക്നോളജിയെ പറയുന്ന പേരാണെന്ത്? വിർച്വലൈസേഷൻ. സോ ഇന്ന് നമുക്ക് വിർച്വലൈസേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് വിർച്വലൈസേഷൻ? എന്താണ് വിർച്വലൈസേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, വിർച്വലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ വിർച്വൽ വേർഷൻ ഓഫ് സംതിങ് സച്ച് ആസ് എ സെർവർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ സെർവർ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഒരു വിർച്വൽ വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വ്യക്തത വരും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിർച്വലൈസേഷൻ വി ക്യാൻ ഷെയർ ഹാർഡ്വെയർ കോമ്പോണൻറ്റ്സ് ലൈക്ക് CPU, മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഓഫ് എ ഹോസ്റ്റ് കമ്പ്യൂട്ടർ അക്രോസ് എ മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ്. ഇവിടെ നമ്മൾ ഒരു ലാപ്ടോപ്പ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ കൂടെ തന്നെ ഒരു സെർവറും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയെ പറയുന്ന പേരാണ് വിർച്വലൈസേഷൻ. ഓക്കെ, അലോയിങ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻ ടു റൺ ഓൺ എ സിംഗിൾ ഫിസിക്കൽ മെഷീൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫിസിക്കൽ മെഷീൻ മാത്രം മതി. ആ ഒരു ഫിസിക്കൽ മെഷീനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ സെർവറോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതും സെയിം കമ്പ്യൂട്ടറിനകത്ത് വരുന്ന എന്തൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഫിസിക്കൽ കോമ്പോണൻസ് ആയിട്ടുള്ള ഹാർഡ്വെയർ കോമ്പോണൻസ് ആയിട്ടുള്ള റാം ആയിക്കോട്ടെ അതുപോലെ തന്നെ CPUs ആയിക്കോട്ടെ ഇതെല്ലാം ഷെയർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടെക്നോളജിയെ പറയുന്നതാണ് വിർച്വലൈസേഷൻ. ദെൻ ഹൗ ഡസ് വിർച്വലൈസേഷൻ വർക്ക്? അപ്പോൾ വിർച്വലൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് ഹൈപ്പർവൈസർ ആണെന്ത് നമുക്ക് വിർച്വലൈസേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, എന്താണ് ഹൈപ്പർവൈസർ? ദ സോഫ്റ്റ്വെയർ ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് റൺസ് ദ വിർച്വലൈസേഷൻ ഈസ് കോൾഡ് ഹൈപ്പർവൈസർ. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു വിർച്വലൈസേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ സെർവർ ഇതിൻ്റെ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. വിർച്വൽ ആയിട്ടുള്ള ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്യും പറഞ്ഞു. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ വിർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു വിർച്വലൈസേഷൻ പോസിബിൾ ആക്കുന്നത് ഈ ഒരു ഹൈപ്പർവൈസർ വഴിയാണ്. ഇറ്റ് അലോക്കേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദ ഷെയറിംഗ് ഓഫ് ദ മെഷീൻസ് റിസോഴ്സസ് സച്ച് ആസ്. ഇവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ഹൈപ്പർവൈസർ വഴി നമ്മുടെ ആ ഒരു മെഷീൻസിൻ്റെ റിസോഴ്സസ് ആർക്ക് ഷെയർ ചെയ്യാൻ പറ്റും? അതിനകത്ത് വരുന്ന വിർച്വൽ മെഷീൻസിന് വിർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിക്കോട്ടെ സെർവർ ആയിക്കോട്ടെ അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതുപോലത്തെ സെർവേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് വിർച്വൽ മെഷീൻ. ആ ഒരു വിർച്വൽ മെഷീൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ ഒരു വിർച്വൽ മെഷീൻസിന് ഈ റിസോഴ്സസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് പോസിബിൾ ആക്കുന്നത് ഹൈപ്പർവൈസറാണ്. ഹൈപ്പർവൈസർ എന്തൊക്കെ കാര്യങ്ങൾ റിസോഴ്സ് ഷെയർ ചെയ്യും? സ്റ്റോറേജ് സ്പേസ്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സ്റ്റോറേജ് സ്പേസ് അറ്റ് എ ടൈം 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റാം നമുക്ക് ഇതുപോലെ കോൺഫിഗർ ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ CPUസും ഇതുപോലെ നമുക്ക് പറ്റും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അറ്റ് എ ടൈം നമുക്ക് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ വിർച്വൽ മെഷീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല വിർച്വൽ മെഷീൻസ് എത്രത്തോളം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന അതിനെല്ലാം ഇതുപോലെ പറ്റും നമുക്ക് ഈ ഒരു കൺട്രോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോഴ്സസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായി നമുക്ക് ഹൈപ്പർവൈസിൽ വരുന്ന 2 ടൈപ്സ് ഹൈപ്പർവൈസർ വരുന്നുണ്ട്. അതിൽ ടൈപ്പ് 1 ഹൈപ്പർവൈസർ ബെയർ മെറ്റൽ എന്ന് പറയുന്ന ഹൈപ്പർവൈസർ എന്താണെന്നുള്ള കാര്യം നോക്കാം. ടൈപ്പ് 1 ഹൈപ്പർവൈസർ റൺസ് directly on the physical hardware of the host machine without needing an underlying operation systems. It's also known as a bare metal hypervisor. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ കാര്യങ്ങളൊന്നുമില്ല. ഹാർഡ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യും. ദെൻ അതിൻ്റെ അണ്ടറിൽ നമ്മൾ വിർച്വൽ മെഷീൻസ് ആയിട്ടുള്ള ഗസ്റ്റ് ഓപ്പറേഷൻ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിന് പറയുന്ന പേരാണ് ബെയർ മെറ്റൽ. ഓക്കെ,
ടൈപ്പ് 1 ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. സോ ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെ, ഈ ഒരു ടൈപ്പ് 1 ഹൈപ്പർവൈസർ എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് VMware ESXi, ദെൻ മൈക്രോസോഫ്റ്റ് Hyper-V, ദെൻ സിട്രിക്സ് Zen Server. ഈ ഒരു 3 എക്സാമ്പിൾസും ഹൈപ്പർവൈസർ 1 ബെയർ മെറ്റലിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി ബിക്കോസ് ദർ ഇസ് നോ അണ്ടർലൈങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ കാര്യങ്ങളോ വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഹാർഡ്വെയർ നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ നേരിട്ട് ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മളിതുപോലുള്ള വിർച്വൽ മെഷീൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിൻഡോസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലിനക്സിൻ്റെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം, അതും അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം, ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഏതും അപ് ടു യു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിക്കോട്ടെ സെർവേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാം. ദെൻ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഡ്യൂ ടു ഡയറക്റ്റ് കൺട്രോൾ ഓവർ ഹാർഡ്വെയർ. ആദ്യത്തെ ബെനിഫിറ്റിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് യാതൊരു തരത്തിലുള്ള പെർഫോമൻസ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം അത്രത്തോളം നേരിട്ട് ഹാർഡ്വെയറിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും. ദെൻ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഡ്യൂ ടു ഡയറക്റ്റ് കൺട്രോൾ ഓവർ ഹാർഡ്വെയർ. നമുക്ക് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഒന്നുകൂടെ എന്തായിരിക്കും, നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്പ് 2 ഹൈപ്പർവൈസർ ഹോസ്റ്റഡ്. ഈ ഒരു രണ്ടാമത് വരുന്ന ഈ ഒരു ഹൈപ്പർവൈസറിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം, ഹോസ്റ്റഡ് ഹൈപ്പർവൈസറിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, നേരത്തെ എന്തായിരുന്നു, നമ്മൾ നേരിട്ട് ഹാർഡ്വെയറിനകത്തായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈപ്പർവൈസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും, ടൈപ്പ് 2 ഹൈപ്പർവൈസർ റൺസ് ഓൺ ടോപ്പ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഓൺ ദ ഹോസ്റ്റ് മെഷീൻ. ഇറ്റ് ഈസ് കോൾഡ് എ ഹോസ്റ്റഡ് ഹൈപ്പർവൈസർ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഹാർഡ്വെയർ വരുന്നുണ്ട്, എന്നിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹോസ്റ്റ് OSന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹൈപ്പർവൈസർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വിർച്വൽ മെഷീൻസ് യൂസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ടൈപ്പ് ഹൈപ്പർവൈസറാണ് ഹോസ്റ്റഡ് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണെന്ത്, ഒറാക്കിൾ വിർച്വൽ ബോക്സ്, ദെൻ VMware വർക്ക് സ്റ്റേഷൻ, മൈക്രോസോഫ്റ്റ് വിർച്വൽ PC. ഇവ എല്ലാം ഈ ഒരു ടൈപ്പ് 2 ഹൈപ്പർവൈസറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ടൈപ്പ് 1 ഹൈപ്പർവൈസറിൽ എന്ത് വരുന്നില്ല, ഈ ഒരു ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നില്ല. അതിന് പുറമെ ഈ ഒരു ടൈപ്പ് 2 ഹൈപ്പർവൈസറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു ടൈപ്പ് 2 ഹൈപ്പർവൈസറിനകത്ത് വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ഫോർ ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ് ആൻഡ് പേഴ്സണൽ യൂസ്. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് സൈഡിലും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് പേർപ്പസിനും അതുകൂടാതെ തന്നെ പേഴ്സണൽ യൂസേജിനും എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു ടൈപ്പ് 2 ഹൈപ്പർവൈസർ യൂസ് ചെയ്യാം. ദെൻ ഈസിയർ ടു സെറ്റപ്പ് ആൻഡ് മാനേജിങ് സിൻസ് ഇറ്റ് റൺസ് ഓൺ എ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതെന്താണ്, ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കോൺഫിഗർ ചെയ്യാനും അത്രത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രത്തോളം ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പ് 2 ഹൈപ്പർവൈസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതും നമ്മളെ യൂസ് ചെയ്യുന്ന നമ്മുടെ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഗസ്റ്റ് OSും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അവസാനമായി നമുക്കൊരു കൺക്ലൂഷൻ കൂടെ നോക്കാം. എന്താണ് വിർച്വലൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിർച്വലൈസേഷൻ അലോസ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻ ടു റൺ ഓൺ എ സിംഗിൾ ഫിസിക്കൽ മെഷീൻ. നമുക്കൊരു സിംഗിൾ ഫിസിക്കൽ മെഷീനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ആപ്ലിക്കേഷൻസും എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈം നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. അത് പോസിബിൾ ആക്കി തരുന്നത് വിർച്വലൈസേഷൻ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ബെനിഫിറ്റ് സച്ച് ആസ് ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമുക്ക് നല്ല രീതിയിലുള്ള റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിർച്വൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് സെയിം ഫിസിക്കൽ മെഷീൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ ആവശ്യമുള്ള ഹാർഡ്വെയർ കോമ്പോണൻസ് ആയിട്ടുള്ള റാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ CPUs ആയിക്കോട്ടെ, ഇതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കോസ്റ്റ് സേവിങ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് ഡിസാസ്റ്റർ റിക്കവറി. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, വിർച്വലൈസേഷൻ അണ്ടറിൽ വരുന്നതാണ്. ദെൻ വിർച്വലൈസേഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഡാറ്റ സെൻറ്റർ ഒപ്റ്റിമൈസേഷൻ, ഈ വക കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും, ഈ ഒരു വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിർച്വലൈസേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.